സൂറത്തുൻ നിസായിലെ 5 ആയത്തുകളാണ് എനിക്കെന്റെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും ദുനിയാവ് മുഴുവനും ഏതെങ്കിലും ഒരു പ്രവിശ്യയല്ല, ഏതെങ്കിലും ഒരു ഗ്രാമമല്ല, ഏതെങ്കിലും ഒരു പട്ടണമല്ല, ഏതെങ്കിലും ഒരു ജില്ലയല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അല്ല, ഏതെങ്കിലും ഒരു രാജ്യമല്ല, ഏതെങ്കിലും ഒരു ഭൂഖണ്ഡമല്ല, മറിച്ച് ഈ ഭൗതിക ലോകം മുഴുവനും എന്റെ കാൽ ചുവട്ടിൽ വരുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് 5 ആയത്തുകളാണ്. അപ്പൊ ആ 5 ആയത്തുകളുടെ പവർ എത്രമാത്രം ഉണ്ടായിരിക്കും? ആ 5 ആയത്തുകളുടെ പവർ എത്രമാത്രമായിരിക്കും? ശ്രദ്ധയോടെ കേൾക്കിൻ. അതെല്ലാം സൂറത്തുൻ നിസായിലെ ആയത്തുകളാണ്. ആ 5 ആയത്തുകൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, 5 ആയാതിന് 5 ആയത്തുകൾ, മാ യസുറുനി അന്നലി ബിഹിന്ന ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും ദുനിയാവിലുള്ള സകല വസ്തുക്കളും എനിക്ക് സ്വന്തമാകുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം നൽകുന്നത്, എനിക്ക് ആനന്ദം പകരുന്നത് ഈ 5 സൂക്തങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസായിലൂടെ അവതരിപ്പിച്ച 5 ആയത്തുകളാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ അവിടെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 5 ആയത്തുകളെ നിസാരമായി കാണേണ്ടതല്ല. ഏതാണ് ആ 5 ആയത്തുകൾ അറിയോ? അതിൽ 1-ാമത്തെ ആയത്ത് സൂറത്തുൻ നിസായിലെ 31-ാമത്തെ ആയത്താണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വലിയ പ്രമേയമുണ്ട്. അല്ലാഹുവിന്റെ കരുണ ലോകത്ത് അല്ലാഹു തആല പ്രചരിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ കാരുണ്യം ലോകത്ത് അല്ലാഹു തആല പ്രചരിപ്പിക്കുകയാ. അവന്റെ കാരുണ്യത്തോളം ലോകത്ത് വേറെ എവിടെയാണ് കരുണയുള്ളത്, കാരുണ്യമുള്ളത്? ഈ ഭൗമോപരിതലത്തിലെ ഭൂമി ലോകത്ത് ഏറ്റവും വലിയ കരുണ ഉമ്മയ്ക്ക് മക്കളോടുള്ള കരുണയാണല്ലോ. ആ കരുണയാണ്, ഉമ്മയ്ക്ക് മക്കളോടുള്ള കരുണയാണ് ലോകത്ത് സൃഷ്ടികൾക്ക് സൃഷ്ടികളോടുള്ള കാരുണ്യത്തിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു മാതാവിന് തന്റെ സന്താനങ്ങളോടുള്ള കാരുണ്യത്തെക്കാൾ 100 ഇരട്ടി കാരുണ്യമാണ് പടച്ചതമ്പുരാന് തന്റെ അടിമകളോടുള്ളത്. ആ പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിന്റെ ഒരു വലിയ വർഷനായി പ്രിയപ്പെട്ടവരെ സൂറത്തുൻ നിസാ 31-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്, ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറു അൻകും സയ്യിആതികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസായിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് എന്തെന്നറിയോ? ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള വൻപാപങ്ങളിൽ നിന്ന് ആര് ഒഴിഞ്ഞു മാറി നിൽക്കുന്നുവോ, ആരാണോ നിങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള വൻപാപങ്ങൾ വർജിക്കുന്നത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും വൻപാപങ്ങൾ ചെയ്യാത്തവരാരാ? അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ കുറ്റങ്ങളും തെറ്റുകുറ്റങ്ങളും ഞാൻ അങ്ങ് പുറത്തു തരുന്നതാണ്. മാന്യമായ സങ്കേതമായ സ്വർഗത്തിലേക്ക് നിങ്ങളെ ഞാൻ ആനയിച്ചു കൊണ്ടുപോകുന്നതാ. എത്ര വിശാലമായി പറയേണ്ട ആയത്താണെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ജീവിതത്തിൽ അല്ലാഹു നിരോധിച്ചിട്ടുള്ള ചെറിയ പാപങ്ങളുണ്ട്, വലിയ പാപങ്ങളുണ്ട്, വൻ പാപങ്ങളുണ്ട്, ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ട്. അല്ലാഹു പറയുകയാണ്, വൻ പാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് തരുമെങ്കിൽ, ഞാൻ നിരോധിച്ചിട്ടുള്ള വൻ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറി നിന്നാൽ, അല്ലാഹു പറയുകയാണ്, ചെയ്തു പോയ ചെറിയ ചെറിയ പിഴവുകളുണ്ടല്ലോ, അതെല്ലാം ഞാൻ അങ്ങ് മാപ്പ് തരുന്നതാണ്. വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ. അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാ. നിസാരമായി കാണല്ലേ ചെറുപ്പക്കാരാ, നിസാരമായി തള്ളല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ ഈ ആയത്തിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുന്നത്, വൻപാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ മുസ്ലിം ഉമ്മത്ത് എന്ന് തയ്യാറാകുമോ? ഈമാനിന്റെ അവസാന കണിക ഹൃദയത്തിന്റെ ഉള്ളറകളിൽ സൂക്ഷിക്കുന്ന മോമിനീങ്ങളെ, അവരുടെ ജീവിതത്തിൽ വൻപാപങ്ങളിൽ നിന്ന് മാറിയിട്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കുമോ? അവരുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ മനുഷ്യനാണ് ചെറിയ വീഴ്ചകൾ സംഭവിക്കാ. ആ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരിക മാത്രമല്ല, കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാഥം കൊണ്ട് മുഖരിതമായ അള്ളാന്റെ സ്വർഗത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ആയത്ത് എനിക്ക് ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷമാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. നമ്മൾ ചിന്തിക്കും, ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ഇത്രയും വലിയ സന്തോഷം തോന്നാൻ കാരണം അവരൊക്കെ വലിയ പാപങ്ങൾ ചെയ്തവരാണ്. ആ പാപങ്ങൾ ചെയ്യാതിരുന്ന ചെറിയ പാപങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയാലും അല്ലാഹ് പൊറുക്കും, എന്നിട്ട് അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പൊ ചെറിയ പാപങ്ങളൊക്കെ ജീവിതത്തിൽ വളരെ കരുതലോടുകൂടി ആ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാത്തൊരു സമൂഹമാകാം ഈ പറയപ്പെടുന്ന സഹാബാക്കള് എന്ന് ആർക്കെങ്കിലും ഒരു ചിന്ത വന്നുപോയാൽ നിങ്ങൾക്ക് തെറ്റി. സഹാബാക്കള് ചെറിയ പാപങ്ങളെ പോലും സൂക്ഷിക്കുന്നവരാണ്. ചെറിയ പാപങ്ങളെ പോലും സൂക്ഷിക്കുന്നവരാണ് പ്രിയപ്പെട്ട സഹാബത്ത്. ആ സഹാബാക്കൾക്ക് ഈ ആയത്ത് ഇത്രയും വലിയ ആശ്വാസവും ഇത്രയും വലിയ സന്തോഷവും പകർന്നിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. വൻപാപങ്ങൾ മാത്രം ചെയ്യുന്ന ചെറിയ പാപങ്ങൾ അതിന്റെ പിന്നാലെ ചെയിൻ പോലെ ഇങ്ങനെ ഒരു വലിയ പാപം ചെയ്ത് അതിന്റെ പിന്നാലെ ചെറിയ പാപങ്ങൾ ചെയ്തു കൂട്ടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് എത്രമാത്രം നമ്മുടെ ഉള്ളറകളിൽ ചലനം സൃഷ്ടിക്കേണ്ടതാണ്. മനുഷ്യനാണ്, തെറ്റ് ചെയ്യാത്തവരാരുമില്ല. വലിയ വലിയ പാപങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ ചെറിയ വീഴ്ചകൾ ആർക്കെങ്കിലും സംഭവിച്ചാൽ അള്ളാഹു അത് പുറത്തു തരും. സ്വർഗത്തിൽ ഉന്നതമായ പ്രവേശനം അള്ളാഹു തരുമെന്ന് ഖുർആൻ പറയുമ്പോ വൻപാപങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണ്ടേ? നമ്മൾ പറയും ജീവിതത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പാപം സംഭവിച്ചു പോയാൽ അതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ തുടർച്ചയായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെയിൻ സർവീസ് പോലെ വലിയ പാപങ്ങൾ വരും. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മതി, ആ പാപങ്ങൾ പിന്നാലെ തുടർന്നു വരും. അതിൽ യാതൊരു തർക്കവും ഇല്ല. ഇന്ന് ചെറുപ്പക്കാരുടെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് ചെറുപ്പക്കാര് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഒരു തെറ്റ് ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് സംഭവിച്ചാൽ അത് കള്ളുകുടിയാകാം, അത് കഞ്ചാവാകാം, അത് MDM ആകാം, അത് വേറെ ഏതോ ആകട്ടെ, ആ ജീവിതത്തിൽ ഏതെങ്കിലും ഒന്നിന് തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ പിന്നെ വൻപാപങ്ങൾ ഒന്നും ചെയ്യാൻ ഒരു മടി ഉണ്ടാവൂല. അതാണ് നമ്മളോട് അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ വൻപാപങ്ങൾ വർജിക്കോ, ചെറിയ വീഴ്ചകൾ നിങ്ങൾക്ക് സംഭവിച്ചാലും ഞാൻ പുറത്തു തരാം. പക്ഷെ വൻപാപങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ചെറിയ പാപങ്ങളും അല്ലാഹ് പൊറുക്കില്ല, വൻപാപങ്ങളും അല്ലാഹ് പൊറുക്കില്ല. മനുഷ്യ ജീവിതത്തിൽ അറിയാതെ വൻപാപങ്ങൾ വന്നു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട തലമുറകളോട്, പുതിയ തലമുറയോട് പറയുകയാണ്. ഇന്ന് 16 വയസ്സുള്ള, 15 വയസ്സുള്ള, 14 വയസ്സുള്ള, 13 വയസ്സുള്ള 8ാം ക്ലാസ് മുതൽ സ്കൂളുകളിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര് പോലും കഞ്ചാവിന് അടിമകളായി, മയക്കുമരുന്നിന് അടിമകളായി മാറുന്നു എന്ന് കേരളം നമ്മളെ സാക്ഷ്യപ്പെടുത്തുമ്പോ പ്രിയപ്പെട്ടവരെ, അതിൽ ഏറ്റവും കൂടുതൽ ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു പോയാൽ പിന്നെ തുടരെ തെറ്റുകൾ വന്നുകൊണ്ടിരിക്കും, അതിൽ സംശയമില്ല. ഏറ്റവും ഗുരുതരമായ തെറ്റെന്ന് പറയുന്നത് മദ്യമാണ്. ആ മദ്യത്തോട് കിടപിടിക്കുന്നതായ MDM പോലുള്ള, കഞ്ചാവ് പോലുള്ള ഏറ്റവും വലിയ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരോട് പറയട്ടെ, അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ വഫാത്തിന് ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിനു ശേഷം വലിയ പാപങ്ങൾ ഏതാണെന്നതിന്റെ ചർച്ച നടക്കുകയാണ്. ആ പാപങ്ങൾ ഏതാണ് എന്ന ചർച്ച നടക്കുന്നത് ആരുടെ ഇടയിലാണെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അടക്കമുള്ള, ഉമറുൽ ഫാറൂഖ് തങ്ങൾ അടക്കമുള്ള, ഉസ്മാൻ തങ്ങൾ അടക്കമുള്ള ഏറ്റവും പ്രമുഖരായ സഹാബത്തിന്റെ ഇടയിലാണ് ചർച്ച നടക്കുന്നത്. അവര് പരസ്പരം പറയുന്നു ഏതാണ് വലിയ പാപം എന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച നടക്കുന്നത്. ആ ചർച്ചയുടെ ഇടയിൽ ആരോ ഒരാൾ എഴുന്നേറ്റു പറഞ്ഞു, വലിയ പാപങ്ങൾ ഓരോ കാലഘട്ടത്തിൽ, വലിയ പാപങ്ങൾ ഓരോന്നിനെ സംബന്ധിച്ചും നബി തങ്ങൾ
താക്കീത് നൽകാറുണ്ട്. അങ്ങനെ പ്രാധാന്യത്തോടെ താക്കീത് കൊടുത്തിട്ടുള്ള പാപങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു പാപം ഏറ്റവും വലിയ പാപമാണ് എന്നതിനെ പറ്റിയിട്ട് ഒത്തുതീർപ്പിലെത്തുന്നില്ല. സഹോദരങ്ങളെ, സാലിം റളിയല്ലാഹു തആല അൻഹു, മഹാനായ സാലിം റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പ്രമുഖരായ സഹാബാക്കൾ പറയുകയാണ്, സാലിമേ പോകണം. ആരുടെ അടുക്കലാണ് പോകേണ്ടതെന്നറിയോ? അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോകണം. എന്നിട്ട് ചോദിക്കണം ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ചോദിക്കുക. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് സാലിം തങ്ങള്. എന്നിട്ട് ചോദിച്ചു. സഹാബത്തിന്റെ ഇടയിൽ വലിയൊരു ചർച്ച നടക്കുകയാണ്. ഏതാണ് വലിയ പാപം എന്നതിനെ പറ്റിയാണ് ചർച്ച നടക്കുന്നതെന്ന് പറയുമ്പോ സാലിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഏറ്റവും വലിയ പാപം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ഇന്ന അഅ്ലമൽ കബായിരി ശുർബുൽ ഖംരി, മദ്യപാനമാണ് ഏറ്റവും വലിയ പാപമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ആ മദ്യപാനം എന്ന റസൂലുള്ളാഹിയുടെ വാക്കിനോട് പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇന്നത്തെ കഞ്ചാവ്, ഇന്നത്തെ MDM പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മദ്യത്തോട് കിടപിടിക്കുന്നതാണ്. ഒരുപക്ഷെ മദ്യത്തെക്കാൾ ഭീകരമാണ് കഞ്ചാവ് എന്ന് പറയുന്നത്. മദ്യപിച്ചാൽ അവന് കുറെ സമയം കഴിയുമ്പോൾ അവന് ബോധം വരാറുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, MDM ഉപയോഗിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയുമല്ലോ, കഞ്ചാവ് വലിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. പണ്ട് കാലങ്ങളിലാണ് ചെറുപ്പക്കാര് വഴിതെറ്റിപ്പോയി അവർക്ക് വേണ്ടി പ്രസംഗിക്കേണ്ടി വന്നത്. ഇന്ന് തട്ടമിട്ട ഇസ്ലാമിന്റെ പേരുള്ള മുസ്ലിം ബാപ്പാന്റെ കുടുംബത്തിൽ പറഞ്ഞ മുസ്ലിം പെണ്ണുങ്ങള് പോലും, അതും 13, 14, 15 വയസ്സുള്ള +1-നും +2-നും 10ാം ക്ലാസ്സിലും 9ാം തരത്തിലും പഠിക്കുന്ന പെൺകുട്ടികള് കഞ്ചാവിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മോശമായ കാലാവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കൂട്ടുകാരികൾ നിങ്ങളോട് എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് നിങ്ങൾക്ക് ഈ ഉപയോഗങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് അതിന്റെ ക്രയവിക്രയങ്ങൾ നടത്തിയാൽ, എത്ര വലിയ കാശ് നിങ്ങൾ അക്കൗണ്ടിലേക്ക് വന്നാൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മൊബൈൽ വാങ്ങിത്തന്ന്, ചുരിദാർ വാങ്ങിത്തന്ന്, എല്ലാ നിലയിലും നിങ്ങൾക്ക് പരിപൂർണ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികള് തിരിച്ചറിയാതെ പോയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഏറ്റവും വലിയ പാതകം എന്ന് പറയുന്ന ശുർബുൽ ഖംറാണ്. അഥവാ മനുഷ്യന്റെ ബുദ്ധിയെ ഭ്രമം സംഭവിപ്പിക്കുന്ന, ലഹരി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവാണ്. ഈ വിവരം സാലിം റളിയല്ലാഹു അൻഹു മഹാന്മാരായ സഹാബത്തിന് കൊടുക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് തങ്ങളടക്കമുള്ള സഹാബാക്കൾ ആ വിഷയം കേട്ട മാത്രയിൽ തന്നെ അവര് നിഷേധിച്ചു. അല്ല, ഈ കള്ളുകുടിയല്ല ഏറ്റവും വലിയ പാപം, കള്ളുകുടിയല്ല. അവസാനം അവര് തന്നെ നേരിട്ട് വരികയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നേരിട്ട് വന്നു. എന്നിട്ട് മഹാനവറുകളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ മഹാനവറുകളുടെ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും നബി തങ്ങളുടെ പ്രസംഗത്തിനിടയിൽ റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു രാജാവ് തന്റെ രാജ്യത്തുള്ള ഒരു മനുഷ്യന്, ഒരു രാജാവ് തന്റെ ഒരു അടിമയായ ഒരു മനുഷ്യന് കുറെ പാപങ്ങൾ ഏത് വേണോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുവത്രേ. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അവന്റെ മുമ്പിൽ മദ്യമുണ്ട്, അവന്റെ മുന്നിൽ പന്നിയിറച്ചിയുണ്ട്, അവന്റെ മുന്നിൽ വ്യഭിചരിക്കാനുള്ള അവകാശമുണ്ട്, അവന്റെ മുന്നിൽ കള്ളു കുടിക്കാനുള്ള സൗകര്യമുണ്ട്, അവന്റെ മുമ്പിൽ കൊലക്കത്തിയുണ്ട്. ഏത് തെറ്റ് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ആ രാജാവ് പെർമിഷൻ കൊടുക്കുമ്പോ ആ മനുഷ്യൻ ചിന്തിച്ചത് അല്പം ബോധമുള്ള മനുഷ്യനായിരുന്നു. അയാൾ ചിന്തിച്ചത് എന്താണെന്നറിയോ? ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റല്ലേ? ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതല്ലേ? അതുപോലെ തന്നെ ഒരു മനുഷ്യനെ വിഭജിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ പെങ്ങളല്ലാത്ത, മകളല്ലാത്ത, ഉമ്മയല്ലാത്ത, ഭാര്യയല്ലാത്ത ഒരു പെണ്ണുണ്ടാവൂലല്ലോ. അത് മറ്റൊരാൾക്ക് വേദന നൽകുന്ന കാര്യമല്ലേ? അതുപോലെ തന്നെ ഏതെങ്കിലും നിലയിൽ പലിശ പോലുള്ള മാരകമായ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ പാവപ്പെട്ടവന്റെ അവന്റെ ചോരയിലും അവന്റെ നീരും ഊറ്റിയെടുക്കുന്ന സാഹചര്യമല്ലേ? അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കള്ള് ഞാൻ കുടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാജാവ് സ്വാതന്ത്ര്യം കൊടുത്തു. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്നുള്ള അവകാശം കൊടുത്തപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ തിരഞ്ഞെടുത്തത് കള്ളുകുടിയായിരുന്നു. ഇതല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ.
അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മനുഷ്യനതാ കള്ളു കുടിച്ച ആ സന്ദർഭത്തിൽ തന്നെ ബാക്കി തെറ്റുകൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാ. അവന്റെ ജീവിതത്തിൽ ബാക്കിയുള്ള തിന്മകൾ കടന്നു വന്നു. അവന് കൊലപാതകം ചെയ്തു, വ്യഭിചരിച്ചു, അതുപോലെ തന്നെ അവന് ബാക്കിയുള്ള തിന്മകളെല്ലാം ചെയ്യുകയാണ്. ഒരു തെറ്റ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്തു പോയാൽ ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യന് പിന്നീട് തിന്മകളോട് യാതൊരു പേടിയും ഇല്ലാതാകുന്നു. അതുവഴി അവന് ചെന്നെത്തപ്പെടുന്നത് വലിയ വലിയ പാപങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്കാണ്. അങ്ങനെ ഒരു മനുഷ്യനെ ചെന്നെത്തിപ്പോയാ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അവനെ ആട്ടിയകറ്റുന്നതാ അല്ലാഹുവിന്റെ പാപമോചനം എന്ന വിശാലമായ കാരുണ്യം അല്ലാഹു അവനെ നിഷേധിക്കുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയാതെ പറയുമ്പോ, സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. ഒരു ദിവസം ഞങ്ങൾ റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പെട്ടെന്ന് അങ്ങ് തലകുനിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ 3 വട്ടം ആണയിടുകയാണ്, വല്ലദീ നഫ്സി ബിയദി മുഹമ്മദി വല്ലദീ നഫ്സി ബിയദിഹി. എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ പടച്ചവനെ തന്നെയാണ് സത്യം, ആ നാഥനെ തന്നെയാണ് സത്യം. അല്ലാഹുവിനെ കൊണ്ട് 3 വട്ടം സത്യം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പിന്നെ ഒരു അക്ഷരം പോലും പറയുന്നില്ല. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഞങ്ങൾ വല്ലാതെ വേദനിച്ചു പോയി, സങ്കടത്തിലായി. എന്താ റസൂല് പറയാൻ പോകുന്നത്? കുറെ നേരം നിശബ്ദനായിരുന്ന പ്രിയപ്പെട്ട പ്രവാചകന് അതാ കുറച്ചു നേരം കഴിഞ്ഞിട്ട് തല ഉയർത്തിയിട്ട് പുഞ്ചിരിക്കാൻ തുടങ്ങി. 3 വട്ടം സത്യം ചെയ്ത് ആണയിട്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് എന്താണ് പറയാൻ പോകുന്നതെന്ന് തിരിച്ചറിയാതെ വന്നപ്പോ ഞങ്ങളും വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞു. അവസാനം നബി തങ്ങൾ തല ഉയർത്തിയിട്ട് പുഞ്ചിരിച്ചപ്പോ സുന്ദരമായ ചുവന്ന ഒട്ടകം ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി. അവിടെയാണ് റസൂലുള്ള ഞങ്ങളുടെ മുന്നിൽ സന്തോഷത്തോടെ പറഞ്ഞത്, ആരൊരാളും ആമിൻ അബ്ദിനി യുസല്ലി സ്വലവാത്തുൽ ഖംസ്, എന്റെ പുൽപ്പറമ്പിലെ ഓരോ സഹോദരങ്ങളും കോറിയിടുക മനസ്സിൽ, ആരൊരാൾ 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുവോ, ഈ പുൽപ്പറമ്പിലെ ഏതെങ്കിലും ഒരു പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ? വിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുമോ? അവന്റെ സക്കാത്തിന്റെ മുതലിനെ അവന് കൊടുത്തു വിടുമോ? പാവപ്പെട്ടവന്റെ അവകാശമായ സക്കാത്ത് കൊടുത്തു വിടുമോ? സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തരുമെന്നാണ്. എന്നിട്ട് നിങ്ങളോട് അല്ലാഹു പറയും, സ്വർഗത്തിലേക്ക് നിങ്ങൾ കയറിക്കൊള്ളൂ. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ കേട്ടോ. ഈ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തൊക്കെയാണ്? ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 5 നേരത്തെ നിസ്കാരം ആര് നിർവഹിക്കുമോ, ആര് റമളാൻ മാസത്തിൽ വ്രതശുദ്ധിയോടെ ജീവിക്കുമോ, ആര് സക്കാത്ത് കൊടുത്തു വിടുമോ, എന്നിട്ട് അവന് പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുമോ, പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പലിശയ്ക്ക് കൊടുക്കുന്നവന്റെ കാര്യമല്ല, പള്ളിയിൽ 5 നേരം നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ലഹരി ഉപയോഗിക്കുന്നവന്റെ കഥയല്ല. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ 5 നേരത്തെ നമസ്കാരത്തിന് അവ്വൽ സഫിൽ അവ്വൽ തക്ബീറില് പങ്കാളിയായിട്ട് പുറത്തിറങ്ങിയിട്ട് മാനുഷികമായ ജനങ്ങളോടുള്ള മാനുഷികമായ പരിഗണനകള്, മാനുഷികമായ ഇടപെടലുകളിൽ വീഴ്ച വരുത്തുന്നവന്റെ കഥയല്ല. 5 നേരം നിസ്കരിക്കുകയും റമളാനിൽ നോമ്പ് പിടിക്കുകയും അവന്റെ സക്കാത്ത് കൊടുത്തു വീടുകയും എന്നിട്ട് വലിയ വലിയ പാപങ്ങളിൽ വർജിക്കുന്നവനാരാണോ അവന് ആകാശത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുത്തിട്ട് അവന് സ്വർഗത്തിലെ ഉന്നതമായ പ്രവേശനം നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ 5 നേരം നിസ്കരിച്ചിട്ട് കാര്യമില്ല. 5 നേരം നിസ്കരിക്കുന്ന എല്ലാവരും രക്ഷപ്പെടണമെങ്കിൽ ഒന്നാലോചിച്ച് നോക്കിയ നരകത്തിൽ പിന്നെ ആളുണ്ടാവൂല. കാരണം 5 നേരം നിസ്കരിക്കാത്തവർ വളരെ ചുരുക്കമാണ്. ഇപ്പോ ഏതെങ്കിലും ഒരു രീതിയിൽ നിസ്കാരമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിസ്കാരം ധാരാളമായി ആളുകൾ നിർവഹിക്കുന്നുണ്ട്. അതിലൊരു കുറവും വരുത്തുന്നില്ല. റമളാൻ മാസത്തിൽ നോമ്പ് നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ജനകീയ
ജനകീയമാണ് സുന്നത്ത് നോമ്പുകളൊക്കെ. സക്കാത്ത് കൊടുക്കുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് കരുതണ്ട. ചില ആളുകളൊക്കെ പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് കള്ളു കുടിക്കാനാണ് നേരെ പോകുന്നത്. പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങിയിട്ട് പലിശയുടെ കണക്കെഴുതും. പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ട് നിസ്കാരം കൊണ്ട് വല്ല ഗുണമുണ്ടോ? അവന്റെ ബാധ്യത വീടി എന്നതിനപ്പുറത്ത് അവന് കാര്യമായ പ്രതിഫലം ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. 5 നേരം നിസ്കരിച്ച് നോമ്പ് പിടിച്ച് സക്കാത്ത് കൊടുത്തു വീടി പാപങ്ങളിൽ നിന്നവൻ മാറി നിന്നാൽ അവന് സ്വർഗത്തിൽ ഉന്നതമായ ഒരു പ്രവേശനം അല്ലാഹു നൽകുമെന്ന് ആരംഭപൂവായ ഹബീബ് പറയാൻ ആദ്യം 3 വട്ടം സത്യം ചെയ്ത് പിന്നീട് നിശബ്ദനായി തല ഉയർത്തിയിട്ട് പുഞ്ചിരിച്ച് ഇത് കണ്ടപ്പോ സഹാബാക്കളൊക്കെ സന്തോഷത്തോടെ സുസ്മേര വദനരായി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത കാര്യം ഇതാണ്: നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ ഓഫർ വലിയ പാപങ്ങൾ ചെയ്യാതിരിക്കുക. ഏതാ വലിയ പാപം? ഇന്ന് വലിയ പാപം എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്നത് ഷിർക്ക് ചെയ്യൽ മാത്രമാണ്, അല്ലെങ്കിൽ പലിശ വാങ്ങൽ മാത്രമാണ്, അല്ലെങ്കിൽ മറ്റതുപോലുള്ള ഏറ്റവും വലിയ മഹാപാപങ്ങൾ ചെയ്യുമ്പോൾ അത് മാത്രമാണ് വൻപാപങ്ങൾ. അത് ഒഴിവാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് എണ്ണി പറഞ്ഞ കുറെ വൻപാപങ്ങളുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം 4 ആയത്തുകൾ ബാക്കിയുള്ളത് പറഞ്ഞ് നമുക്ക് ഈ 5 ആയത്തുകൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് വിശദീകരിച്ചിട്ട് ഹ്രസ്വമായ നിലയിലെങ്കിലും വിശദീകരിച്ചിട്ട് പോകേണ്ടി വരുന്നു. കാരണം സമയം വളരെ കുറവാണ്, വിഷയം വിശാലമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ വലിയ പാപങ്ങൾ ഒഴിവാക്കുക, വലിയ പാപങ്ങൾ ഒഴിവാക്കുക. ചെറിയ പാപങ്ങൾ ചെയ്യാത്തവരാരുമില്ല, മനുഷ്യരല്ലേ നമ്മളൊക്കെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അറിയാതെ ചെയ്തു പോകും. ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ചെയ്തു പോകുന്നവരാണ് മനുഷ്യർ. പക്ഷേ ആ പാപങ്ങൾ അള്ളാഹു പൊറുക്കണമെങ്കിൽ, ആ പാപങ്ങളെ അള്ളാഹു താല കഴുകിക്കളയണമെങ്കിൽ വലിയ പാപങ്ങൾ അള്ളാഹു ഭീകരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച വലിയ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. ഇന്ന് ഈ ഒരു തലമുറ വലിയ ഏറ്റവും കൂടുതൽ, ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം. ഏറ്റവും കൂടുതൽ മതപ്രസംഗം എന്ന് പറയുന്നത് മുസ്ലിമിന്റെ കുത്തകയല്ല. മതപ്രസംഗം എന്ന് പറഞ്ഞാൽ ഏതൊരു മതത്തിന്റെയും അവരുടെ ആ മതത്തിന്റെ ആശയങ്ങൾ, മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനാണ് മതപ്രസംഗം എന്ന് പറയുന്നത്. ഹിന്ദുക്കൾക്ക് മതപ്രസംഗം ഇല്ല, ക്രിസ്ത്യാനികൾക്ക് ഒരു പരിധി വരെ ഉണ്ട്. പക്ഷേ മുക്കിന് ഏറ്റവും കൂടുതൽ മതപ്രസംഗം നടക്കുന്ന ഒരു സമൂഹം അത് മുസ്ലിം സമുദായം മാത്രമാണ്. മുസ്ലിം സമൂഹം മാത്രമാണ്. ഓരോ നാടിന്റെ കണക്കെടുക്ക് ഏറ്റവും കൂടുതൽ കഞ്ചാവ് മുസ്ലിം സമുദായമാണ്, കള്ളുകുടി മുസ്ലിം സമുദായമാണ്. ഇപ്പൊ ഈ വന്ന ഈ ഓണത്തിന് ഫസ്റ്റ് എവിടായിരുന്നു? അത് മാത്രം മതിയല്ലോ. കേരളത്തിലെ ബിവറേജിന്റെ കണക്കില് ഈ പറയപ്പെടുന്ന ഈ കഴിഞ്ഞ തിരുവോണ നാളില് 1ാം നമ്പർ ഏറ്റവും കൂടുതൽ കള്ള് വിറ്റഴിക്കപ്പെട്ടത് തിരൂരാണ്. ഞാൻ നിൽക്കുന്ന തിരൂരിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ തിരൂര് ഏത് മണ്ണാണ്? ഈ തിരൂരത്തെ മണ്ണ് ഏതാണ്? എന്തായിരുന്നാലും ഓണത്തിന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പാശ്ചാത്യ ലോകത്ത് നിന്നും ആരും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് തിരൂര് വന്നിട്ട് കള്ളം വാങ്ങിച്ചുകൊണ്ട് പോകാറില്ല. എന്തായിരുന്നാലും അവരവരുടെ നാടുകളില് തുറന്നു വെച്ചിരിക്കുന്ന ബിവറേജിന്റെ ആ പിന്നെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങാതെ തിരൂര് വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്ന കേരളത്തിന്റെ മറ്റ് ജില്ലക്കാരുണ്ടാകുമെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആരായിരിക്കും? ഒന്നാലോചിച്ചു നോക്കിയേ. വലിയ പാപങ്ങൾ ഒഴിവാക്കാത്തിടത്തോളം കാലം ചെറിയ ചെറിയ തെറ്റുകൾ അള്ളാഹു പിടിച്ചു നിർത്തുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വൻപാപങ്ങൾ നിങ്ങൾ വർജിക്കുമോ? അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു തആല തരുന്നത്, എന്റെ ജീവിതത്തിൽ അള്ളാഹു തരുന്നത് ചെറിയ ചെറിയ വീഴ്ചകൾ അള്ളാഹു അങ്ങ് പൊറുക്കുന്നതാ. കണ്ണുകൊണ്ടറിയാതെ കണ്ടുപോയത്, നാവ് കൊണ്ടറിയാതെ പറഞ്ഞു പോയത്, ഇതെല്ലാം പടച്ച തമ്പുരാന് പൊറുക്കുന്നതാണ്. പക്ഷെ വൻപാപങ്ങൾ ഒഴിവാക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം. 2ാമത്തെ ആയത്തേതെന്നറിയോ? അതേ അധ്യായത്തിലെ 64ാമത്തെ ആയത്തിലാണ്
ആയത്തിലാണ് അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വലൗ അന്നഹും യളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ ആയത്താണ് എന്റെ മദീന എന്ന് പറയുന്ന ഈ അനുഗ്രഹീതമായ സരസിലെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ഈ ആയത്തിൽ അല്ലാഹു പറയുന്ന കാര്യം എന്തെന്നറിയോ? എന്റെയും നിങ്ങളുടെയും നായകനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോരിശയായി ഇതിൽ പറയുന്നത്, പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ സഹോദരങ്ങളെ പോലെ മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ, ഈ പുൽപ്പറമ്പിലോ തിരൂരിലോ താനാളൂരിലോ താനൂരിലോ ഏതെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ, ആ തെറ്റ് ചെയ്ത മനുഷ്യന് പള്ളിയിലെ ഖതീബിന്റെ റൂമിൽ ചെന്നിട്ട് ആ ഖതീബിനോട്, ഉസ്താദേ ഞാൻ ഇന്ന പാപങ്ങൾ ചെയ്തു പോയി, ഇന്ന പാപങ്ങൾ ചെയ്തു പോയി, എനിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് പൊറുക്കണമെന്നോ പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ പറയുന്നത് ഗുരുതരമായ തെറ്റല്ലേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞതെന്താണ്? എന്റെ സമുദായത്തിലെ സർവർക്ക് ഞാൻ പുറത്തു കൊടുക്കും, പക്ഷേ പരസ്യമായി തെറ്റുകൾ ചെയ്തിട്ട് പരസ്യമായി വിളിച്ചു പറയുന്നവന് ഞാൻ പുറത്തു കൊടുക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് അതിനെ വിശദീകരിച്ചത് എങ്ങനെയെന്നറിയോ? പാതിരാത്രി ആരും കാണാതെ തെറ്റ് ചെയ്യുകയാണ്, എന്നിട്ട് പകല് അല്ലാഹു രാത്രി ചെയ്ത തെറ്റിനെ മറച്ചു വെച്ചു. ഒരു മഖ്ലൂക്കിനോടും അല്ലാഹു പറഞ്ഞില്ല. പക്ഷെ നേരം വെളുത്തപ്പോ ഈ മനുഷ്യനെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഇന്നലെ രാത്രി ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് തലേ ദിവസം അല്ലാഹു മറച്ചു വെച്ച തെറ്റിനെ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുമ്പോ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, കുംഭസാരം എന്ന് പറയുന്നത് ഇസ്ലാമിലില്ല. ഒരാളോടും മഹല്ലിലെ ഖാദിയുടെ മുമ്പിൽ ചെന്ന് ചെയ്ത തെറ്റുകൾ പറയണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയുമില്ല. പക്ഷേ ഈ ആയത്തിൽ എന്താ അല്ലാഹു പറയുന്നതെന്നറിയോ? അവിടെയാണ് ഹബീബായ നബി തങ്ങളുടെ പ്രത്യേകത. അവിടെയാണ് എന്റെ മദീന എന്ന ഈ SKSSFന്റെ പരിപാടിയിൽ എന്റെയും നിങ്ങളുടെയും പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോരിശ അവിടെയാണ്. അല്ലാഹു പറയുന്നു, നബിയേ, വലൗ അന്നഹും യളലമൂ അൻഫുസഹും, സ്വന്തം ശരീരങ്ങളോട് ദുൽമ ചെയ്തിട്ട്, സ്വന്തം ശരീരത്തോട് പാപങ്ങൾ ചെയ്തിട്ട്, ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്, അങ്ങയുടെ മുന്നിൽ വന്നിട്ട് പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കുന്ന ജനങ്ങളുണ്ടല്ലോ. സ്വന്തമായി അക്രമം ചെയ്തിട്ട്, കള്ളുകുടിച്ച്, പലിശ വാങ്ങി, വ്യഭിചരിച്ച്, മോഷണം നടത്തി, ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് അങ്ങയുടെ സാന്നിധ്യത്തിൽ വന്ന് അങ്ങയുടെ മുന്നിൽ നിന്നിട്ട് നബിയെ അല്ലാഹുവിനോട് അവര് പൊറുക്കലിനെ ചോദിക്കുമ്പോ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബ് അവർക്ക് വേണ്ടി പടച്ചവനോട് പൊറുക്കലിനെ തേടിയ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു വല്ലാതെ പശ്ചാത്താപം സ്വീകരിച്ച് അവന്റെ എല്ലാ പാപങ്ങളെയും പുറത്തു കൊടുക്കുന്നതായി അല്ലാഹുവിനെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമെന്ന ആയത്താണ്. നിങ്ങൾ ചിന്തിക്കണേ സഹോദരങ്ങളെ, അശ്രദ്ധരായി നിങ്ങൾ ഇരിക്കരുത്. ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? അവിടെയാണ് മുസ്തഫായ നബി തങ്ങളുടെ മുഅ്ജിസത്ത്, അവിടെയാണ് ഹബീബായ നബി തങ്ങളുടെ പോരിശ, അവിടെയാണ് പ്രവാചകന്റെ പ്രത്യേകത, അവിടെയാണ് ആമിനാടെ പൊന്നുമോന്റെ ഫളല്. എന്താ അല്ലാഹു പറഞ്ഞതെന്നറിയോ? ഒരു മനുഷ്യനോട് നമ്മൾ ചെയ്ത തെറ്റുകളെ പറ്റി പറയാൻ പാടില്ല, ഒരാളോട് നമ്മൾ ചെയ്ത തിന്മകളെ പറ്റിയിട്ട് വിശദീകരണം പാടില്ല. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അവന്റെ പാപങ്ങളല്ല പുറത്തു കൊടുക്കുകയുമില്ല. എന്തുകൊണ്ട് പൊറുക്കില്ല? അല്ലാഹു മറച്ചു വെച്ച തെറ്റ് ജനങ്ങളുടെ മുമ്പിൽ അവന് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു അവന് പുറത്തു കൊടുക്കില്ലെന്ന് അഷ്റഫുൽ
അഷ്റഫുൽ ഖൽഖിന്റെ നാവിലൂടെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ല പറയുന്നു, നബിയെ തെറ്റ് ചെയ്തിട്ട് അങ്ങയുടെ മുന്നിൽ വന്നാൽ എന്നിട്ട് അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ അങ്ങ് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാ അല്ലാഹു വല്ലാതെ പൊറുക്കുന്നവനായിട്ട് അങ്ങക്ക് കാണാൻ കഴിയും നബിയേ. വന്നിട്ടില്ലേ മാഇസ് ബിൻ മാലിക് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു, നബിയേ ഞാൻ വ്യഭിചരിച്ചു പോയി നബിയേ, വ്യഭിചരിച്ചു റസൂലേ, എനിക്ക് ഹബ്ബടിയണം നബിയേ, ഹദ്ദടിക്കണം നബിയേ, ആഖിറത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ ലഘൂകരിക്കാൻ ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് എനിക്ക് അടി വേണമെന്ന് പറഞ്ഞിട്ട് മാഇസ് ബിൻ മാലിക് അൽ-അസ്ലമി നബി തങ്ങളുടെ മുന്നിൽ വന്നില്ലേ, പലതവണ റസൂലുള്ള മടക്കി വിട്ടില്ലേ, അവസാനം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ ഇനി പോകൂല, എനിക്ക് ഹബ്ബടി വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചപ്പോ കഴുത്തറ്റം വരെ വരുന്ന കുഴിയെടുത്ത് അതിനകത്ത് ഇറക്കി നിർത്തിയിട്ട് കല്ലെറിഞ്ഞു കൊന്നില്ലേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്ന് ആ ശിക്ഷയേറ്റ് വാങ്ങിയ മാഇസ് ബിൻ മാലിക് അൽ-അസ്ലമിയെ പറ്റി പറഞ്ഞത് ഇന്നഹു ഫീ നഹരിൻ മിൻ അൻഹാരിൽ ജന്ന, മാഇസ് എന്ന സ്വർഗ്ഗത്തിന്റെ സുന്ദരമായ അരുവികളിലാണ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചല്ലോ. സഹോദരങ്ങളെ, വ്യഭിചരിച്ചു പോയ ഒരു പാവപ്പെട്ട പെൺകുട്ടി റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ വ്യഭിചരിച്ചെന്നെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞു വന്നില്ലേ, അവസാനം അവളെ ഗർഭിണിയാണ് എന്ന് ഉറപ്പ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചില്ലേ, അവിടെ ചെന്നിട്ട് ഗർഭിണിയായി തിരിച്ചു വന്നിട്ട് നബിയേ ഇതാ എന്റെ വയറ് ഗർഭിണിയാണ്, ഈ വയറ് കാണിച്ചിട്ട് ഞാൻ നബിയെ ഗർഭവതിയാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് തെറ്റേറ്റു പറഞ്ഞില്ലേ, അവസാനം പോയി പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞ റസൂലുള്ള തിരിച്ചു വിട്ടില്ലേ. പ്രസവിച്ചിട്ട് വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താ, കുഞ്ഞിന് പാല് കൊടുത്തിട്ട് വരൂ എന്നല്ലേ. 2 വർഷക്കാലം മുലപ്പാല് കൊടുത്ത് സ്തനപാനം നൽകിയിട്ട് ആ പാവപ്പെട്ട പൊന്നുമോളെ കൈപിടിച്ചുകൊണ്ട് ആ പെൺകുട്ടി റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നില്ലേ. അവസാന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സഹാബാക്കൾ കല്ലെറിഞ്ഞിട്ട് ആ പെണ്ണിനെ കൊന്നുകളഞ്ഞില്ലേ. എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് ഓരോരുത്തർ ചെയ്ത തെറ്റേറ്റു പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനോട് ദുആ ചെയ്യാം, പൊറുക്കലിനെ ചോദിക്കാം പറയുക മാത്രമല്ല വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് പൊറുക്കലിനെ ചോദിച്ചാ അല്ലാഹ് പൊറുത്തു കൊടുക്കുമെന്നല്ലേ. ഇത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തന്ന ഏറ്റവും വലിയ ഔദാര്യമാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് എനിക്ക് വേണ്ടി ദുആരക്കൂ നബിയേ, അങ്ങയുടെ ഭാര്യയല്ലേ ഞാൻ, എന്റെ പ്രിയതമനല്ലേ, എന്റെ രാജകുമാരനല്ലേ, എനിക്ക് വേണ്ടി ദുആരക്കുമോ റസൂലേ. ആ സമയത്ത് നബി തങ്ങൾ തന്റെ പ്രാണപ്രേയസിക്ക് വേണ്ടി ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷത മാ ഖദ്ദമത് മാ അഖറത് മാ സറത് മാ അഅലനത്. അല്ലാഹുവേ എന്റെ ആയിഷ മുമ്പ് ചെയ്ത പാപങ്ങള്, എന്റെ ആയിഷ ഇനി ചെയ്യുന്ന പാപങ്ങള്, എന്റെ ആയിഷ രഹസ്യമായി ചെയ്ത പാപങ്ങള്, എന്റെ ആയിഷ പരസ്യമായി ചെയ്യുന്ന പാപങ്ങള് പുറത്തു കൊടുക്കണം റബ്ബേ. അഷ്റഫുൽ ഖൽഖിന്റെ ദുആ കേട്ടിട്ട് ആയിഷ ബീവി കുലുങ്ങി ചിരിക്കുകയാ. എത്രത്തോളം എന്നറിയോ, അവരുടെ തല വന്നിട്ട് മടിയിലടിക്കത്രേ. ആ നിലയിൽ കുലുങ്ങി കുലുങ്ങി ആയിഷ ബീവി ചിരിച്ചപ്പോ അല്ലാഹുവിന്റെ മുത്ത് ചോദിക്കുന്നു, ആയിഷ എന്റെ ദുആ നിനക്ക് സംതൃപ്തിയായില്ലേ? ആയി റസൂലേ, എന്തോ ഒരു ദുആയാ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തത്, അതുകൊണ്ട് എനിക്ക് സംതൃപ്തിയായി നബിയേ എന്ന് പറഞ്ഞപ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ, ഹാദിഹി ദഅവതി ലി ഉമ്മതി ഫീ കുല്ലി സലാ. ഈ ദുആ എന്റെ സമുദായത്തിലെ ഓരോരുത്തർക്കും ബിവറേജിന്റെ കണക്ക് വന്നപ്പോ തിരുവോണമാളില് ഏറ്റവും കൂടുതൽ ഈ തിരൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് 1ാം സ്ഥാനമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് കേൾക്കൂ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മുട്ടിന് നമ്മളോടുള്ള സ്നേഹം എത്ര വലുതാ. എങ്ങനെയാണ് റസൂല് നിരോധിച്ച മദ്യം നമുക്ക് സേവിക്കാൻ കഴിയുക? എങ്ങനെയാണ് ചെറുപ്പക്കാരികളെ, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, അല്ലാഹുവിനെ പഠിച്ച് റസൂലിനെ പഠിച്ച ഹൃദയത്തിൽ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ട നിങ്ങള് എന്തുകൊണ്ടാണ് ലഹരി ഉൽപാദനത്തിനും ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിവെക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് ആയിഷ ബീവിയോ
ബീവിയോട് പറയുന്നു, ഞാൻ ഈ ചെയ്ത ദുആ എന്റെ സമുദായത്തിലെ ഓരോ അംഗങ്ങൾക്കും ഞാൻ എല്ലാ നിസ്കാരത്തിലും ചെയ്യും ആയിഷ. നമുക്ക് വേണ്ടി റസൂൽ ദുആരക്കാൻ, നമുക്ക് വേണ്ടി ഓരോ നിസ്കാരത്തിലും നബി തങ്ങൾ ദുആ ചെയ്യുന്നു. നമ്മളോ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ നമ്മുടെ ജീവിതം? അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് ചെന്നിട്ട് നബിയെ ഞാൻ പാപങ്ങൾ ചെയ്തു പോയി, എനിക്ക് ദുആരക്കണം എന്ന് പറഞ്ഞ് ഓരോ സഹാബാക്കളുടെയും ജീവിതത്തിന്റെ അപരാധങ്ങൾ ഏറ്റുപറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്ത് അല്ലാഹു തആല പുറത്തു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ആ സംഭവം വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ആ സംഭവം മഹാനായ അത്തബി റളിയല്ലാഹു തആല അൻഹു ആണ് ആ സംഭവം ഉദ്ധരിക്കുന്നത്. തഫ്സീറുകളിൽ കാണാൻ കഴിയും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കൊടുത്തിരിക്കുന്നത് മഹാനായ അത്തബി റളിയല്ലാഹു അൻഹു ഒരിക്കൽ അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ ഷരീഫിന്റെ അടുത്ത് പോയി. ഇത് മദീനയെ പറ്റി പറയുന്ന സദസ്സാണ്. ഇത് മുസ്തഫ നബി തങ്ങളെ പറ്റി പറയുന്ന വേദിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. നബി തങ്ങളുടെ ചരിത്രം നന്നായിട്ട് നമ്മൾ പഠിക്കണം. ആ ചരിത്രമാണ് നമ്മളാക്കി മാറ്റേണ്ടത്. ഇന്ന് നമ്മളല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. മദീന അതൊരു വികാരമാണ്. മദീന അതൊരു വികാരമാണ്. പോയിട്ടുള്ളവർക്കറിയാം, പോകാത്തവർ എത്രയും വേഗം പോകണം മദീനയിൽ. പരിശുദ്ധമായ ഹറമുകളിൽ പോകാതെ മരിച്ചുപോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ മദീനയുണ്ടോ? സ്വർഗത്തിൽ ഹറമുണ്ടോ? അതൊന്നുമില്ല. ഇതെല്ലാം ദുനിയാവില് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഹറമുകൾ ഈ ഭൂമിയിൽ കണ്ണടയുന്നതിന് മുമ്പ് നമ്മൾ കാണണം. സാമ്പത്തികമുള്ളവർ, ഇല്ലാത്തവർ സംഘടിപ്പിച്ചു പോകണം. ഉള്ളവർ എത്രയും വേഗം പോകണം. മക്കയിലും മദീനയിലും പോയി നോക്കണം. മക്കയിലെ ബാങ്ക് അതിശക്തമായ ഉച്ചത്തിലാ വിളിക്കുന്നത്. മദീനയിലെ ബാങ്ക് ശാന്തമായിട്ടാ വിളിക്കുന്നത്. മക്കയിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ആളുകൾ എത്ര ഉറക്കെ വിളിക്കാൻ പറ്റുമോ അത്രയും ഉച്ചത്തിലാണ് മക്കയിൽ വിളിക്കുന്നത്. മദീനയിൽ സലാം പറയുന്നത് പതുക്കെ, വളരെ ശബ്ദം താഴ്ത്തിയാണ്. മക്കയിലെ നമസ്കാരത്തിൽ ഇമാമ് നേതൃത്വം നൽകുമ്പോ വലിയ ശബ്ദത്തിലാണ് ഓതുന്നത്. മദീനയിൽ പതിഞ്ഞ ശബ്ദത്തിലാണ് ഓതുന്നത്. മക്കയിലെ സൗണ്ട് സിസ്റ്റം വളരെ ശബ്ദഗാംഭീര്യമാണ്. മദീനയുടെ സൗണ്ട് സിസ്റ്റം വളരെ നോർമലായ, വളരെ നേർമയായ നിലയിലുള്ള ശബ്ദമാണ്. മക്കയിലെ കാറ്റിന് ശക്തി കൂടുതലാണ്, മദീനയുടെ കാറ്റിന് ശക്തി കുറവാണ്. മദീനയിലൂടെ റോഡിലൂടെ പോടുന്ന വാഹനങ്ങളുടെ വേഗതയും അതിന്റെ ശബ്ദവും ഉച്ചത്തിലാണ്. മദീനയിൽ അത് വളരെ പരുങ്ങലിലാണ്. എന്തുകൊണ്ട്? അള്ളാഹു പ്രപഞ്ചത്തിന്റെ താളം തന്നെ മദീനയിൽ ശബ്ദം കുറച്ചു വെച്ചിരിക്കുന്നത്, കിടന്നുറങ്ങുന്നത് ഈ ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടെ പോയി ആർക്കും ഉറച്ച് സംസാരിക്കാൻ കഴിയില്ല, തോന്നില്ല. നമ്മൾ അറിയാതെ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ മദീനയിൽ ചെന്ന് ഉറക്കെ വിളിച്ചാൽ, ഉറക്കെ സംസാരിച്ചാൽ നമ്മൾ അറിയാതെ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് മദീന അതൊരു വികാരമാണ്. ആ മദീനയിലെ മസ്ജിദുൻ നബവിയിലെ പരിശുദ്ധമായ ഹുജറത്തു ഷരീഫയിൽ അത്തബി റളിയല്ലാഹു അൻഹു ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ അടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു അയറാബി എന്ന് പറഞ്ഞാൽ നമുക്കറിയല്ലോ, ആദിവാസി, വലിയ വിവരമൊന്നുള്ള ആളൊന്നുമല്ല. അങ്ങനെ ഒരു അയറാബി നബി തങ്ങളുടെ ഖബറിന്റെ അടുത്തെത്തി. ആ അയറാബി നബി തങ്ങളുടെ ഖബറിന്റെ അടുത്തെത്തുകയാണ്. എന്നിട്ട് ഖബറിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന് സലാം പറഞ്ഞിട്ട്
മഹാനായ നബി തങ്ങളുടെ ചാരത്ത് നിന്നുകൊണ്ട് ആ അഅറാബി പറയുന്നു, നബിയേ സമഅതുല്ലാഹ യഖൂൽ, അല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടു നബിയേ, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ ആയത്ത് അല്ലാഹു പറയുന്നത് ഞാൻ കേട്ടു നബിയേ. അതുകൊണ്ട് നബിയേ, ഞാൻ അങ്ങയുടെ മുന്നിൽ വന്നത് വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ ലിദംബി, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പാപങ്ങൾ പൊറുക്കലിനെ തേടാൻ അങ്ങയുടെ മുന്നിൽ വന്നതാ. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, എന്റെ പാപങ്ങൾ എന്റെ റബ്ബിനോട് ഏറ്റു പറഞ്ഞിട്ട് പൊറുക്കലിനെ ചോദിക്കാൻ അങ്ങയുടെ മുന്നിൽ ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അത്ബി റളിയല്ലാഹു അൻഹു പറയുന്നു, ആദിവാസിയായ അഅറാബിയായ മനുഷ്യനെ ഖബറിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു അത്രേ, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ലമുഹു ഫതാബ മിൻ തിബിഹിന്നൽ ഖാഉ വൽ അക്മു നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അംദ സാകിനുഹു ഫീഹിൽ അഫാഹു വഫീഹിൽ ജൂദു വൽ കറമു. ആ ഖബറിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അഅറാബിയായ മനുഷ്യൻ പറയുകയാണ്, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ലമുഹു, പരിശുദ്ധമായ ശരീരം ഈ മരുഭൂമിയിൽ മറമാടപ്പെട്ട നബിയേ, ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അക്മു, അങ്ങയുടെ ഭൗതിക ശരീരം ഈ മണ്ണിൽ വെച്ചപ്പോ ഇവിടുത്തെ മണ്ണും മലകളും അതുപോലെ മണൽക്കൂട്ടങ്ങളും പരിശുദ്ധമാണ് നബിയേ, പരിപാവനമാണ് നബിയേ. നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അംദ സാകിനുഹു, അങ്ങ് കിടക്കുന്ന ഈ ഖബറിൽ ഞാൻ എന്റെ ശരീരത്തെ ദണ്ണം വെക്കുകയാ നബിയേ, എന്റെ ശരീരത്തെ അങ്ങക്ക് മോചനദ്രവ്യമാക്കുകയാണ്. ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, ഈ പരിശുദ്ധമായ മണ്ണിലാണ്, ഈ ഖബർ ഷരീഫിലാണ് എല്ലാ പാതിവൃത്യവും, എല്ലാ പരിശുദ്ധിയും, എല്ലാ അഫാഫും, എല്ലാ ധർമ്മവും, എല്ലാ ജൂദും, എല്ലാ കറമും, എല്ലാ ഔദാര്യവും ഈ മണ്ണിലാണ് നബിയേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അഅറാബിയായ മനുഷ്യൻ അവിടെ ഇറങ്ങിപ്പോകുന്നു. ആദിവാസിയാണ്, വിവരം കുറഞ്ഞ മനുഷ്യനാണ്. അയാളെ ഖബർ ഷരീഫിൽ വന്നിട്ട് പറഞ്ഞത്, അല്ല പറഞ്ഞു, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് അങ്ങയുടെ മുന്നിൽ വന്ന് റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ച് അള്ളാന്റെ ഹബീബും പൊറുക്കലിനെ ചോദിച്ചാൽ അല്ല പൊറുക്കുമെന്ന് ഞാൻ കേട്ടു നബിയേ. അങ്ങനെ ഞാൻ ഖബറിൽ വന്നതാ, അങ്ങ് ജീവിച്ചിരിപ്പില്ല, എന്റെ പാപങ്ങൾ പടച്ചവനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കാൻ വന്നതാ നബിയേ. അങ്ങ് കിടക്കുന്ന മണ്ണിന് എന്തോ ഒരു മണമാണ് നബിയേ, ഈ പാവപ്പെട്ടവന്റെ ശരീരം അതാ സമർപ്പിക്കുന്നു നബിയേ എന്ന് പറഞ്ഞ് പ്രണയത്തിന്റെ കാവ്യമോദി ആ മനുഷ്യൻ ഇറങ്ങി പോകുമ്പോ അത്ബി റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോയി. അത്ബി റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടുവത്രേ. ആ ഉറക്കത്തിൽ നബി തങ്ങളെ സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കുന്നു, യാ അത്ബി അത്ബി അൽഹിഖിൽ അറാബിയ, അവിടെ ഇരിക്കാതെ ഓടൂ, എന്നിട്ട് അറാബിയുടെ കൂടെ ചെല്ലൂന്. അത്ബി ഫബശ്ശിറുഹു അന്നല്ലാഹ ഖദ് ഗഫറല, അല്ലാഹ് പുറത്തു കൊടുത്തു എന്ന സന്തോഷം പറയൂ, അല്ലാഹ് പുറത്തു കൊടുത്തു എന്ന വാർത്ത പറയൂ. അത്ബി നബി തങ്ങളുടെ മുന്നിൽ നിന്ന് ആ റൗള ശരീഫിൽ നിന്ന് അത്ബി എഴുന്നേറ്റു, ഓടി ചെന്നിട്ട് അറാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, റസൂൽ അറിയിച്ചു, നിങ്ങളുടെ പാപം അല്ലാഹ് പുറത്തിരിക്കുകയാണ്. ജീവിതത്തിൽ കഴിയണ സഹോദരങ്ങളെ, മദീന കാണണം. ആ മദീനയിൽ ചെന്നിട്ട് മദീനയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവിടെ ചെന്നിട്ട് സെൽഫി എടുക്കാനല്ല, മദീനയിൽ പോയി സെൽഫി എടുക്കാനല്ല, നമുക്കൊക്കെ തോന്നും എടുക്കാൻ. കാരണം എന്തെന്നറിയോ, ചെറിയ സ്ഥലമല്ലല്ലോ അത്. മക്കയിൽ പോയി പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് കഅബാലയത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ജീവിതത്തിൽ നാം പോയ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു വലിയ കാര്യമായി സൂക്ഷിക്കുന്നു എന്നത് ശരി. പക്ഷേ മദീനയിൽ പോയി നമുക്ക് എങ്ങനെയാണ് അവിടെ നിന്ന് സെൽഫി എടുക്കാൻ കഴിയുക?
എങ്ങനെയാണ് മദീനയിൽ ചെന്നിട്ട് നമുക്ക് റസൂലുള്ളാഹിയുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് നിന്നിട്ട് മൊബൈൽ യൂസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നത് എങ്ങനെയാണ്? ചിന്തിച്ചു നോക്ക്. ഞാൻ ഇപ്പോ ഒരു 5 ദിവസത്തെ യാത്രയ്ക്ക് പോയി. ആ 5 ദിവസത്തെ യാത്രയിൽ 2 ദിവസം 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര, പിന്നെ കിട്ടിയതാകെ 3 ദിവസമാണ്. അതിൽ 1 ദിവസം മക്കയില്, 1 ദിവസം മദീനയിലേക്കുള്ള യാത്ര, 1 ദിവസം മദീനയില്. ആ മദീനയിൽ നിൽക്കുന്ന സമയം നമുക്കറിയാം, പുതിയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിയാലുൽ ജന്നയിൽ നിസ്കരിക്കാനുള്ള പെർമിഷൻ കിട്ടുന്നത് വളരെ ചുരുങ്ങിയ സമയത്താണ്. 1 കൊല്ലം ഒരാൾക്ക് കിട്ടിയാൽ അടുത്ത വർഷം പിന്നെ കിട്ടുള്ളൂ. ആ വർഷം പിന്നെ എത്ര യാത്ര ചെയ്താലും അവിടെ നിസ്കരിക്കാൻ നമുക്ക് ഭാഗ്യമില്ല. ആ നിലയില് അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പോകുമ്പോ മഗ്രിബിന് തൊട്ടു മുമ്പ് 5:30 മണിക്കാണ് എനിക്ക് പെർമിഷൻ കിട്ടിയത്. 5:30 മണിക്ക് അതിനകത്ത് കയറി. 5:30 മണിക്ക് കയറി 6:10 തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാങ്ക്. ആ സമയം വരെയും നിസ്കാരത്തിന്റെ ടൈം ആയതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. എവിടെയാ? വലതുഭാഗത്ത് നോക്കുമ്പോ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ റസൂലിന്റെ മിമ്പർ, ഇടതുഭാഗത്ത് കിടക്കുന്നത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, തൊട്ടപ്പുറത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തൊട്ടപ്പുറത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, പുറകിലൊക്കെ നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീടുകൾ നിന്ന സ്ഥലം, ഇരിക്കുന്ന സ്ഥലം, നബിതങ്ങൾ വിശ്രമിച്ച സ്ഥലം, സഹാബാക്കൾ കിടന്ന സ്ഥലം, നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് നടന്ന സ്ഥലം. ആ സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോ നമ്മുടെ മൈൻഡ് അങ്ങ് മാറുകയാണ്, നമ്മളങ്ങ് പൊട്ടുവാണ് ഹൃദയം. അപ്പോഴെങ്ങനാണ് നമുക്ക് എടുത്തു വെച്ചിട്ട് സെൽഫി എടുക്കാനും ആ ഒരു ടൈമിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ ഓർമ്മ വരിക? ആ സമയം നമ്മുടെ മനസ്സ് പതറാൻ. നമ്മൾ എവിടാ ഇരിക്കുന്നത്? 1000 ചരിത്രങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് റിവൈൻഡ് ചെയ്യപ്പെടുമ്പോ എല്ലാം ഒരു തിരിഞ്ഞു നോട്ടം അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളിലേക്ക് പോകുമ്പോ നമ്മുടെ നെഞ്ച് പിടയ്ക്കും. എനിക്ക് എന്ത് ക്വാളിറ്റിയാണ് ഇവിടെ വരാൻ, എനിക്കെന്ത് യോഗ്യതയാണ് ഈ മണ്ണിലിരിക്കാൻ? ആ ഒരു ചിന്ത വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ എത്തുമ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.